ചത്താ പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. സനൂപ് തൈക്കുടമാണ് ഈ പടത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, റോഷൻ മാത്യൂസ്, വിശാഖ് നായർ, ഇഷാൻ ഷൌക്കത്ത് തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം ആക്ഷൻ കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. കൊച്ചിയിലെ 3 സഹോദരന്മാർ, അവർക്ക് റെസ്ലിംഗിനോടുള്ള അതിയായിട്ടുള്ള സ്നേഹം. വർഷങ്ങൾക്ക് ശേഷം 3 പോയ ഇവർ ഈ ഒരു ഇടി സ്നേഹത്തിന് വേണ്ടി ഒരുമിക്കുന്നതാണ് ചത്താ പച്ച എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കണ്ടിരിക്കാവുന്ന ഒരു ഓക്കേഷ് ആക്ഷൻ പടമാണ് ചത്താ പച്ച. ഒരു ഭയങ്കര സംഭവമായിട്ടോ അല്ലെങ്കിൽ വന്ന ഒരു ഹൈപ്പിനുള്ളതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്നാൽ ഒട്ടും മോശവും അല്ല. അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു തിയേറ്ററൽ മെറ്റീരിയലാണ് ഈ സിനിമ. ഇങ്ങനെയുള്ള പടങ്ങൾ തിയേറ്ററിൽ ആ ആളുകളുടെ ഇടയിൽ ആ ഓളത്തിൽ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കാൻ മാത്രം സംഭവം ഇല്ല എന്ന് തോന്നും. സോ ഇത് അങ്ങനത്തെ ഒരു പടമാണ്. ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഒരിക്കലും OTT കണ്ടാൽ അത്രയും പോലും വർക്കാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. വളരെ പുതുമയുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ പടത്തിലുണ്ടായിരുന്നത്. നമ്മൾ അങ്ങനെ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഈ കോസ്റ്റ്യൂം ഗുസ്തി എന്ന് പറയുന്ന സംഭവം, ഇങ്ങനെ ഒരു ഐഡിയ കൊച്ചിക്കാരുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ റെസ്ലിംഗ് ഇങ്ങനെ കൊണ്ടുവന്നത് ഒരു വെല്ലുവിളി ആയിരുന്നു എന്നും പറയാം. കാരണം അത് കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷെ ഭയങ്കര രസകരമായിട്ട് അവരത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ചെറുപ്പത്തില് ടിവിയിലൊക്കെ റെസ്ലിംഗ് ഒക്കെ കണ്ടു വളർന്ന പിള്ളേർക്ക് ഈ പടം കുറച്ച് കൗതുകവും ആവേശവും ഒക്കെ തരും. ആക്ഷൻ സീനുകളൊക്കെ ഭയങ്കര രസകരവും അതുപോലെ തിയേറ്ററിൽ നല്ല ഓളവും ആയിരുന്നു പറയാം. കുറെ ഇലവേറ്റിംഗ് മൊമെന്റ്സ് ഒക്കെ പടത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആക്ഷൻ ഭാഗങ്ങളിൽ. ഇതിലെ ഇടിക്കാർക്കൊക്കെ ഈ മലയാളീകരിച്ചിട്ടുള്ള റിംഗ് നെയിംസ് ഒക്കെ ഇവർ കൊടുത്തേക്കുന്നത് രസമുണ്ടായിരുന്നു. ഭസ്മാസുരൻ, കടൽ കൊമ്പൻ, നൈട്രോ കിളി, ലോക്കോ ലോബോ, അങ്ങനെ ഓരോരുത്തർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പേരൊക്കെ കൊടുത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൊള്ളാം. പിന്നെ മൊത്തത്തിൽ ഈ ആക്ഷൻ രംഗങ്ങൾ രസം ഉണ്ടായെന്ന് പറയാം. അത്യാവശ്യം കോമഡിയും ഈ ആക്ഷൻ ഭാഗങ്ങളിലുണ്ട്, അത് വർക്കാവുന്നുണ്ട്. പിന്നെ സിനിമയ്ക്ക് നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്, കളർഫുൾ ആണ്. ഇതിന്റെ മ്യൂസിക്കും കൊള്ളാം. പെർഫോമൻസിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അർജുൻ അശോകന്റെ പ്രകടനം തന്നെയാണ്. ഇതിലെ സാവിയോ അല്ലെങ്കിൽ ലോക്കോ ലോബോ ആയിട്ട് അർജുൻ നല്ല രസം ഉണ്ടായിരുന്നു. ക്യാരക്ടർ ആകാൻ വേണ്ടി പുള്ളി ബോഡിയൊക്കെ കുറച്ചുകൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവർ ഒരുപോലെ തന്നെ ഇതിലുണ്ടെങ്കിലും കഥയിലെ നായകൻ എന്ന് പറയുന്ന ക്യാരക്ടർ അർജുന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു. ഇനി രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ടത് ലിറ്റിൽ ആയിട്ട് വന്ന ഇഷാൻ ഷൌക്കത്തിന്റേതാണ്. മാർക്കോ കഴിഞ്ഞ് പടക്കളത്തിലും പുള്ളിയെ കണ്ടിരുന്നെങ്കിലും ഇതിലാണ് കുറച്ചുകൂടെ നല്ലൊരു റോള് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയത്. നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളിലൊക്കെ പുള്ളി ഇടുവായിരുന്നു. കഥയിലെ ഹൈപ്പ് കൊടുത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു ഇതിലെ റോഷൻ മാത്യൂസ് അവതരിപ്പിച്ച വെട്രി. റോഷന്റെ എൻട്രി സീനും അതുപോലെ ആക്ഷൻ രംഗങ്ങളിലും ഒക്കെ നല്ല കൈഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഇരട്ടകളിൽ ഒരുത്തനെ എടുത്ത് നിലത്തിടുന്ന ഒരു സീനുണ്ട്, അവിടെ നല്ല ഐഡിയ ആയിരുന്നു. അതുപോലെ ഇന്റർവെൽ ബ്ലോക്കും നൈസ് ആയിരുന്നു. ചെറിയാൻ എന്ന റോളിൽ വിശാഖ് നായർ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. രസമുള്ളൊരു റോളാണ്, രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആലോചിക്കുമ്പോൾ ഒരു ക്ലീഷേ റോളായിട്ടാണ് തോന്നിയത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ പോലുള്ള ഒരു റോൾ വിശാഖിന് ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പിന്നെ റോസമ്മ എന്ന കുട്ടി ക്യാരക്ടറായിട്ട് വന്ന ബാലതാരം വേദികയും കൊള്ളാമായിരുന്നു. അതുപോലെ ലക്ഷ്മി മേനോൻ, ആ ഒരു റഫറി ക്യാരക്ടർ, പുള്ളിക്കാരിയുടെ രസം ഉണ്ടായിരുന്നു, പൊളിച്ചെടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈട്രോ കിളി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് വന്ന കാർമെനസ് മാത്യു, പുള്ളിക്കാരിയും കിടുവായിരുന്നു. ഒരു ക്ലീഷേ ബ്രേക്കിംഗ് നൈസ് ക്യാരക്ടർ ആയിരുന്നു അത്. പിന്നെ ഇവരുടെ ടീമിലെ മറ്റംഗങ്ങൾ, ഭസ്മാസുരനായിട്ട് വന്ന ശ്യാമപ്രകാശ്, അതുപോലെ സുൽത്താനായിട്ട് വന്ന വൈഷ്ണവ് ബിജു. പിന്നെ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് കടൽ കൊമ്പൻ എന്ന് പറയുന്ന റോളിൽ വന്ന ഡാറ്റാഗ്നൻ സാബു. പുള്ളി കിടുവായിരുന്നു. എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് തന്നെ ഇതിൽ ക്യാമിയോ അപ്പിയറൻസിൽ വരുന്നുണ്ട്. എൻട്രി ഒക്കെ ഭയങ്കര നൈസായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടർ നോക്കുമ്പോൾ എനിക്കൊരു വലിയ സുഖം തോന്നിയില്ല. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ആവേശം എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. ഒരു ക്ലീഷ ആൻഡ് ഒട്ടും നാച്ചുറൽ അല്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആൾക്ക് വയ്യാതെ നിന്നിട്ട് പിന്നെ തിരിച്ചു വന്ന ഒരു ടൈമിൽ ആദ്യം അഭിനയിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ടാലും കുറച്ചൊരു വയ്യാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് എന്തോ നിർബന്ധിച്ച് ജയിപ്പിച്ച പോലെ തോന്നി. കാരണം ആളുടെ ലാസ്റ്റ് വന്ന പടത്തില് ലുക്ക് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എന്ത് കിടുവായിരുന്നു. ഇതില് കോസ്റ്റ്യൂംസ് പോലും എനിക്ക് അത്രയ്ക്ക് ഒരു സുഖം തോന്നിയില്ല. സ്റ്റിൽ ആളുള്ളത് തന്നെയാണ് ഈ പടത്തിന്റെ വലിയൊരു പോസിറ്റീവ് എന്ന് പറയാം. പിന്നെ തെസ്നി ഖാൻ, സിദ്ദിഖ്, സായ് കുമാർ, റാഫി, മിനോൺ തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കലി പടം നല്ലതാണ്. അനന്ത് ചന്ദ്രന്റെ ക്യാമറ, പ്രവീൺ പ്രഭാകരന്റെ എഡിറ്റിംഗ് ഒക്കെ ഡീസന്റ് ആയിരുന്നു. അതുപോലെ ശങ്കർ ഹസൻ ലോയുടെ പാട്ടുകൾ കൊള്ളാം. പ്രത്യേകിച്ച് ടൈറ്റിൽ സോങ് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിന് നല്ല രീതിയിൽ എലവേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സൗണ്ട് ഡിസൈനും എടുത്ത് തന്നെ പറയണം. ആക്ഷൻ രംഗങ്ങൾ മികച്ചതാണ്. അത്യാവശ്യം ഫണ്ണി ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ അത് വളരെ ഫ്രഷ് ആയിട്ട് തന്നെ തോന്നി, നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ പുതുമയുള്ള പശ്ചാത്തലം, വളരെ കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും സ്ക്രിപ്റ്റ് വളരെ പ്രഡിക്റ്റബിളും ക്ലീഷയും ആണെന്നുള്ളതാണ് മെയിൻ പോരായ്മ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പോയിലർ ആയി പോകും.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മിനിറ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഈ നെഗറ്റീവ് പറയുന്ന പോർഷൻ. സ്ഥിരം ചേട്ടൻ അനിയന്മാർക്കിടയിലുള്ള ചെറിയ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് അത് ഒളിപ്പിച്ചു വെക്കുന്നു. വളരെ പണ്ട് മുതലുള്ള ഒരു ആചാരമാണ്. അത് പറയരുത് 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 പറഞ്ഞാൽ പ്രശ്നമാകും. ആ ഒരു ക്ലീഷേ. ആൻഡ് പതിവ് പോലെ അത് മുതലാക്കി കുളം കലക്കുന്ന വില്ലൻ. പിന്നെ അത് റിവീൽ ആകപ്പെടുന്നു എന്നുള്ള കോൺഫ്ലിക്റ്റ്. അപ്പൊ ചേട്ടനും അനിയനും കൂടി അടിവെക്കുന്നു. സ്ഥിരം ക്ലൈമാക്സ്. ഇത്രയേ ഉള്ളൂ. സോ പത്രാസ് മാത്രമേ ഉള്ളൂ. കഥയിൽ ആ ഒരു പുതുമയില്ല എന്ന് തോന്നി. പിന്നെ തുടക്കത്തിലാണെങ്കിലും ഇടയ്ക്കാണെങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഈ ക്യാരക്ടർ ഡെവലപ്മെന്റും വേൾഡ് ബിൽഡിംഗ് ഒക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ലാഗ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വില്ലൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ അരമണിക്കൂറൊക്കെ നീണ്ട ഡയലോഗ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ചെവി കേൾക്കില്ലെന്ന് തോന്നി. അതുപോലെ ലാസ്റ്റ് 2 ക്യാരക്ടേഴ്സ് തമ്മിൽ അടി ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ കൊച്ചിയിലുള്ള സകലമാന ആൾക്കാരും അവരുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അതിന്റെ പുറകെ ഓടുകയാണ് ഈ അടി കാണാൻ വേണ്ടി. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? അതെന്താ കൊച്ചിക്കാർ മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റുകളാ? അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് കൺവിൻസ് ആയില്ല എന്ന് പറയാം. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു നെഗറ്റീവ് പറയാനുള്ളത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. സോ മൊത്തത്തിൽ പുതുമയുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അത് കളർഫുൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും അവതരിപ്പിച്ചിട്ടുമുണ്ട്. തിയേറ്ററിൽ കാണാനുള്ള ഒരു മെറ്റീരിയലും ഉണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ മെയിൻ കഥയിൽ ആ പുതുമ കൊണ്ടുവരാൻ കഴിയാതെ പോയൊരു പടമാണ് ചത്താപച്ച. എന്ന് വെച്ചൊരു മോശം സിനിമ എന്നല്ല, പക്ഷെ ഒരു ഓക്കേഷ് പടം എന്ന് പറയാം. പിന്നെ തിയേറ്ററിൽ ആ ഒരു ഓളത്തിന് ഒരു ഫൺ വാച്ച് എന്ന രീതിയിൽ കണ്ടിരിക്കാം. ഈ പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 14 മിനിറ്റ് ആണ് റൺ ടൈം. 18+ ഒന്നുമല്ല. പിന്നെ മറ്റൊരു ക്ലീഷേ കൂടെ പറയാം. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.